എവിക്റ്റായി പോയ മത്സരാർത്ഥികൾ ഓരോന്നായി ബിഗ് ബോസിലേക്ക് തിരിച്ചു കയറി. അനുമോളോടുള്ള പകയും വിദ്വേഷവും അസൂയയും മനസ്സിൽ കുത്തിനിറച്ചുകൊണ്ട് വീടിനുള്ളിലേക്ക് തിരിച്ചു കയറിയ വ്യക്തിയാണ് ശൈത്യ. ഉറ്റ സുഹൃത്തായി കൂടെ നിന്ന ശൈത്യയെ ഒരു സന്ദർഭം വന്നപ്പോൾ അനുമോളുടെ PR-ന്റെ മുന്നിലേക്ക് നെഗറ്റീവ് ആക്കാൻ വേണ്ടി വലിച്ചെറിഞ്ഞിട്ടു കൊടുത്തു എന്നാണ് ശൈത്യയുടെ ഏറ്റവും വലിയ ആരോപണം. അനുമോൾ കാരണം താൻ പുറത്തു ഒരുപാട് നെഗറ്റീവുകൾ നേരിടേണ്ടി വന്നുവെന്നും വിഷപ്പാമ്പ്, കട്ടപ്പ തുടങ്ങിയ പല വിളിപ്പേരുകൾ ആളുകൾ തനിക്ക് സമ്മാനിച്ചുവെന്നും ശൈത്യ തുറന്നു പറഞ്ഞു. അതിൽ തനിക്ക് വളരെയധികം സങ്കടമുണ്ട്. ഇവിടെ വെച്ച് തുടങ്ങിയ പ്രശ്നം ഇവിടെ തന്നെ വെച്ച് തീർക്കണം എന്നാണ് തൻ്റെ ആഗ്രഹമെന്നും അനുമോളോട് ശൈത്യ പറഞ്ഞു. പക്ഷേ അനുമോൾ ആ പ്രശ്നം അവിടെ വെച്ച് തീർക്കാൻ സമ്മതിക്കുന്നില്ല. ഇതിനെക്കുറിച്ചെല്ലാം പുറത്തിറക്കിയിട്ട് പറയാം എന്നാണ് അനുമോൾ പറയുന്നത്. ഇതിനിടയിൽ കടങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രേക്ഷകരെ അനുമോൾ കബളിപ്പിക്കുകയാണെന്നാണ് ശൈത്യ പറയുന്നത്. അനുമോൾക്ക് കടങ്ങളോ ലോണുകളോ ഒന്നുമില്ല എന്നും വീടും സ്ഥലവും ആസ്തിയും ഒക്കെയുണ്ട് എന്നുമാണ് ശൈത്യ പറയുന്നത്. ഈ പ്രസ്താവനയ്ക്കെതിരെ അനുമോളുടെ കുടുംബം ലോണുകളുടെ തെളിവുകൾ പുറത്തേക്ക് വിട്ടു. ഫെഡറൽ ബാങ്കിലെ കാർ ഫൈനാൻസ്, ഹോം ലോൺ, വണ്ടി ലോണുകൾ തുടങ്ങിയ പേപ്പറുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ അനുമോളുടെ കുടുംബം. കടങ്ങളുണ്ട്, പ്രാരാബ്ധങ്ങളുണ്ട് എന്നൊക്കെ കള്ളം പറഞ്ഞ് പ്രേക്ഷകരെ കബളിപ്പിച്ചുകൊണ്ട് വോട്ട് നേടി വിജയിക്കേണ്ട ഗതികേട് മകൾക്കില്ല എന്ന് വെളിപ്പെടുത്തുകയാണ് അനുമോളുടെ കുടുംബം. 16 ലക്ഷത്തിന് താൻ PR കൊടുത്തിട്ടില്ല എന്നും 16 ലക്ഷം ഉണ്ടായിരുന്നെങ്കിൽ തൻ്റെ അച്ഛൻ്റെ ഓപ്പറേഷൻ നടത്തിയാനേ എന്നുമാണ് അനുമോൾ നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ അനുമോൾ PR കൊടുത്ത ടീമിന് തന്നെയാണ് താനും PR കൊടുത്തിരുന്നതെന്നും ശൈത്യ പറഞ്ഞു. ശൈത്യയേക്കാൾ കൂടുതൽ പണം അനുമോൾ കൊടുത്തുവെന്നും അതുകൊണ്ട് ശൈത്യയെ അവർ ഒഴിവാക്കി അനുമോളെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നു എന്നുമാണ് ശൈത്യ പറഞ്ഞത്. ശൈത്യയെ എല്ലാവരുടെയും മുന്നിലേക്ക് ഒരു നെഗറ്റീവ് ക്യാരക്ടറാക്കി, തിരിഞ്ഞുകൊത്തുന്ന ഒരു പാമ്പാക്കി ചിത്രീകരിച്ചത് അനുമോളുടെ PR ആണെന്നാണ് ശൈത്യയുടെ വാദം.